എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് റിയാക്ഷനാണ് ഭ്രമയുഗം സിനിമയുടെ ഒരുപാട് ന്യൂ സ്റ്റിൽസ് വന്നിട്ടുണ്ട്. ഈ സ്റ്റിൽസ് ലീക്കാക്കിയതാണ്. മമ്മൂക്ക സിനിമകളുടെ കാര്യത്തിന്റെ ഒരു പ്രത്യേകത തന്നെയാട്ടോ. എന്തെങ്കിലും ഒന്ന് ലീക്ക് ആയില്ലെങ്കിൽ അതൊരു സുഖമല്ല അല്ലേ? എന്തെങ്കിലും ആയിട്ട് എല്ലാ സിനിമകളിലും ലീക്ക് ആയിട്ടുണ്ടാവും. ഇത് ഫാൻസിന്റെ വകയാണെന്നുള്ളതാണ് ആണല്ലേ ഈ സമ്മാനം. ഫാൻസിന്റെ വക കൃത്യമായിട്ട് കൊടുത്തു, പിന്നെ നമുക്കത് പോസ്റ്റ് ചെയ്തു. എന്തായാലും നമുക്ക് ആ സ്റ്റിൽസ് ഒക്കെ ഒന്ന് കാണാം. ഓക്കെ, എല്ലാം വെറൈറ്റി ആണ്. അതെ, ഫെബ്രുവരി 15-ന് ഇനി 7 ദിവസം കൂടി. 7 ശനി, 8ാമത്തെ ദിവസം 15-ാം തീയതി. ഓക്കെ, അപ്പോൾ സ്റ്റിൽസ് കാണാം. യെസ്. ഫസ്റ്റ് വൺ. ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട്. ഇതില് മറ്റേ താടിയൊക്കെ ബ്ലാക്ക് ആണ്. അതായത് നരച്ചിട്ടൊന്നുമില്ല. അത് ശരിയാണ്, നരയൊന്നുമില്ല. ശരീരത്തിലുള്ള രോമങ്ങളെല്ലാം കറുത്ത് ബ്ലാക്കിൽ തന്നെ കേട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞത് പ്രായത്തിന്റെ അത് ലൂപ്പ് അല്ലേ? അതെ, പ്രായത്തിന്റെ ഒരു ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ആ സംഭവം കാണിക്കണം. അതായത് ഈ ഒരു പോസ്റ്റർ കണ്ടോ, അതിൽ കണ്ടോ സിദ്ധാർത്ഥ് നരച്ചിട്ട്, അല്ലാത്തതിൽ നിര ഇല്ലാത്ത രീതിയിൽ സിദ്ധാർത്ഥിനെ കാണുന്നുണ്ട്. ഇതപ്പോൾ ഈ മമ്മൂക്കയുടെ ഈ ലുക്ക് കണ്ടാലും നമുക്ക് കാര്യം വ്യക്തമാണ്. അപ്പോൾ ലൂപ്പ് ലൂപ്പ് കൺഫേം. ഇതിന്റെ വേറെ ഫോട്ടോസ് ഉണ്ടല്ലോ, അപ്പൊ അതില് നോക്കുമ്പോ താടിയൊക്കെ നരച്ചിട്ടാണ്. അതെ, അപ്പൊ എന്തായാലും ആ ഒരു വ്യത്യാസം അതിനകത്ത് ഉണ്ടാവുമല്ലോ. യെസ്. എന്തായാലും ഈ ലോകത്തേക്ക് സ്വാഗതം എന്നുള്ള രീതിയിൽ ഉണ്ടല്ലേ അല്ലേ? ആ രീതിയിൽ ആ അധികാരത്തോടെയാണല്ലോ ആ കൈ വെച്ചിട്ട് നിൽക്കുന്നത്. എന്റെ മനയിലേക്ക്, എൻ്റെ മനക്കലിലേക്ക് സ്വാഗതം. ഓക്കെ, അടുത്ത സ്റ്റില്. ഇതിൽ നേരണ്ടോ? ഇതില് ഏകദേശം കുറച്ച് അതങ്ങനെ പ്രായം കൂടി വരുന്ന, അതായത് നെറ്റി മറ്റേ തലമുടിയൊക്കെ ഉണ്ടല്ലേ സംഭവം. എന്നാൽ താടി മുഴുവനായിട്ട് നരച്ചിട്ടില്ല. ഓക്കെ, ഇതിൽ കണ്ണിൽ എന്തൊക്കെയൊരു ഇതിലൊരു സങ്കീർണമായ എന്തോ ഒരു സംഭവം. അതായത് കുഞ്ചമൻ പോറ്റി ഒന്ന് പേടിച്ചോ എന്നൊരു സംശയമുണ്ട്. പേടിച്ചതല്ല, എന്തോ സംഭവത്തിന്റെ എങ്ങനെ പേടിപ്പിക്കണം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചോണ്ടിരിക്കുക. അടുത്തത് ഇതിലും അത് തന്നെയാണ്. ആ താടി ഇങ്ങനെ നരയായി വരുന്നുള്ളൂ. അതെ, ഫുൾ നരാന്ന് പറയാൻ പറ്റില്ല. സംഭവം ഈ സ്റ്റില്ലൊന്നും ഒരിക്കലും ഇങ്ങനെ കാണാൻ പാടില്ലായിരുന്നു. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇവര് എന്തെങ്കിലും ഒരു രഹസ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴൊക്കെ സമയത്ത് പേര് പറഞ്ഞു ഇവിടെ ഫഹദ്വാസിന്റെ സാധനം ഉണ്ടല്ലോ, മറ്റേ ഷമ്മി അവര് അടുക്കളയിൽ പോയി നോട്ടം. ആ ഒരു സാധനം അത് കോമഡി രീതിയിൽ കൊണ്ടുവന്നിട്ട് പോലും നമുക്കൊരു ഉള്ളിൽ പേടി ഉണ്ടാക്കുന്ന സാധനല്ലേ. ഇതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ ആണ് പ്രത്യക്ഷപ്പെട്ടാൽ എന്തായിരിക്കും സൈഡിലിങ്ങനെ നോക്കിയിരിക്കുന്ന. ഈ ഭാവമൊക്കെ വേറെ ലെവലാട്ടോ. ശരിക്കും ഇത് സിനിമ തിയേറ്ററിൽ കാണേണ്ട സാധനമായിരുന്നു. ഇത് ഭയങ്കര ദേഷ്യത്തിലുള്ള നോട്ടാണ്. ഇത് കൊടൂരം, ഭീകരം. എന്റെ മോനെ, മോനെ ഇപ്പോഴാണ് മറ്റേ സാധനം പ്രജാപതി ഇരുത്തൊക്കെ ഇരുന്നിട്ട് എങ്ങനെ കുത്തിപ്പിടിച്ചുള്ള ആ ഇരുത്തുന്നത് ഒരു പ്രത്യേക സാധനം കൊടുത്തിട്ടുണ്ടാവും. അത് എന്താണ് ആ മുഖത്തുള്ള ആറ്റിറ്റ്യൂഡൊക്കെ നോക്കി എന്താണ് ആള്. ഇത് ഓരോരുത്തർക്കും ഓരോ രീതി, ഇരിപ്പിനൊരു രീതി ഉണ്ടാവും ഓരോ കാരണവർമാർക്ക്. ഇത് ബോഡി ഇങ്ങോട്ട് കൊടുത്തിട്ട് എന്നിട്ട് ഇത് ശരിക്കും എന്താ അറിയോ, ഇത് അതാ ഞാൻ പറഞ്ഞ പ്രജാപതി എന്ന് പറഞ്ഞ ഇത് കുറച്ച് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ധാഷ്ട്യമൊക്കെ ഉള്ള ആൾക്കാർ. അവരെങ്ങനെ ഇരിക്കൂല, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ. ഇപ്പൊ വരിക്കാശ്ശേരി മനയല്ലേ ശരിക്കും ചേറ്റിക്ക് നന്നായിട്ട് മാറ്റിയിട്ടുണ്ടല്ലേ, പുല്ല് പിടിപ്പിച്ചിട്ടു. വരിക്കാശ്ശേരി മനേന്റെ ഒരു സൈഡ് ഇങ്ങനെ തന്നെയാണ്, പുല്ലിന്റെ അല്ല, അതായത് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞു വീഴാൻ നിൽക്കുന്ന ആ ഒരു സെറ്റപ്പ് തന്നെയാണ്. ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ഭയങ്കര പ്രൗഡിയൊന്നും അതിന്റെ ബാക്ക് സൈഡിലേക്കില്ല. ഞാൻ പോയി കണ്ട സമയത്താണ്, കുറച്ചു കാലമായി, ഇപ്പൊ മാറ്റിയിട്ടുണ്ടോന്ന് അറിഞ്ഞൂടാ. അതിന്റെ കളർ എനിക്ക് മറ്റതിനേക്കാളും ഇഷ്ടപ്പെട്ട ഈ കളറിലേക്ക് വന്നപ്പോഴാണ്. എന്റെ മോനെ, അപ്പോഴാണ് അതിന്റെ ആ ഒരു ഗാംഭീര്യമൊക്കെ വന്നത്, മുഖത്തെ എക്സ്പ്രഷൻ എല്ലാം ഈ കളറിലേക്ക് വരുമ്പോഴാണ് നമുക്ക് എടുത്ത് കാണാൻ പറ്റുന്നത്. സൂപ്പർ സാധനം കേട്ടോ. അതെ, അടുത്തത് ഇതിലേക്ക് വന്നപ്പോഴത്തേക്കും അത്യാവശ്യം പ്രായമായി, ശരിക്കും നരച്ച് വടി കുത്തിപ്പിടിച്ചിരിക്കുന്ന സെറ്റപ്പ് എത്തി. ശരിക്കും കുറച്ച് ഏജ് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ നേരത്തെ ആദ്യം കാണിച്ച സ്റ്റിലില്ലേ അതിനേക്കാൾ ഏജ് ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും. സംഭവം ലൂപ്പാണ് ഉറപ്പിച്ച്. പ്രായത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റേ അർജുന അശോകൻ ഒരു നമ്മുടെ ടീസറിൽ ഒരു നടന്നു വരുന്ന ഒരു സീനുണ്ട്. ആ സീനില് ശരിക്കും കൂഞ്ഞി വയസ്സായ ആള് നടന്നു വരുന്ന പോലെയാണ് അതിൽ നടന്നു വരുന്നത്. ഫീൽ ചെയ്യുന്നുണ്ട്. അതെ,
അപ്പൊ ആ ഒരു ഏജ് മൊത്തം പിന്നെ ആളുടെ താടി പല സമയത്തും പല വലുപ്പത്തിലുണ്ട്. അതെ, കൂടി കുറഞ്ഞും പിന്നെ എന്താ കഷണ്ടിയുടെ രീതി മാറുന്നത് ഒക്കെ ഉണ്ട്. വ്യത്യാസമുണ്ട്. യെസ്, കൊള്ളാം. ഓക്കെ. അപ്പോൾ അത്രയും സ്റ്റിൽസാണ് വന്നുള്ളത്. ഇനി മറ്റൊരു സംഭവമുണ്ട്, അതായത് അതിൻ്റെ ഒരു കളറും ഉണ്ട് കേട്ടോ, അത് കാണാം. ഇപ്പൊ ലാസ്റ്റ് ഇതിനകത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റ് കാണുന്ന ഈ കളർ വരുമ്പോഴാണ്. അതെ അതെ, ഇത് പിന്നെ വർക്ക് ചെയ്ത ആൾ കുറച്ച് കൂടുതൽ കൊടുത്തിട്ടുണ്ടാവാം. അതെ, പക്ഷെ ആ രുദ്രാക്ഷമാലയിലെ ആ ഗോൾഡിന്റെ കളർ മാറിപ്പോയി. അത് ആ ഗോൾഡിന്റെ ഒരു ഇത് വരുമ്പോൾ അതിന്റെ ഒരു രസമുള്ളൂ. എന്തല്ലേ കണ്ണിലൊക്കെ ഉള്ളൊരു എൻ്റെ മോനെ തീഷ്ണത സംഭവം. ഇയാള് വയസ്സായിട്ടേ ഒന്ന് ഞെട്ടിക്കും, പേടിപ്പിച്ച്. വയസ്സായാലും നായകം മനസ്സിലായാലോ നിന്നെ വിട്ട് പോകില്ലേന്ന്. പിന്നെ ഒരു പോസ്റ്റ് ഉണ്ട്, അതായത് ഇതിൻ്റെ പോസ്റ്റർ ഒരു സ്ഥലത്ത് ഫ്ലെക്സ് അടിച്ചിട്ടുണ്ട്. അതൊരു ഇരുട്ടത്ത് നല്ലൊരു പ്രത്യേക മൂഡിലുള്ള സ്ഥലത്താണ്. നമുക്ക് കാണിച്ചു കൊടുക്കാം. അതെ അതെ, ഫോട്ടോ ഇതാണ്, അതാണ് ഈ ഫോട്ടോ ആണ്. ഈ ഇന്ന ക്യാപ്ഷനോടെയാണ് ഇത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. എൻ്റെ മോനെ ഇരുട്ടത്ത് കണ്ടാൽ ഒന്ന് പേടിക്കും, സ്റ്റേഡിയം ലിങ്ക് റോഡ് എറണാകുളം. ഇതാണ് എന്താണ് ക്യാപ്ഷൻ. അപ്പോൾ ഈ ക്യാപ്ഷനോടെ ഈ ഒരു പോസ്റ്റർ നമ്മൾ കാണുമ്പോൾ ശരിക്കും ഇരുട്ടത്ത് കാണുമ്പോൾ അതിന് പ്രത്യേക ഒരു പേടിപ്പിക്കുന്ന വൈബ് ഉണ്ട് കേട്ടോ. ശരി, സത്യമായിട്ടും. അതായത് നമ്മളിങ്ങനെ ഒന്നും ശ്രദ്ധിക്കാതെ പോയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവും, ഒരു ഞെട്ടലുണ്ടാവും. കാരണം ഇതിലിപ്പോ ഈ ബ്രഹ്മയുഗം എന്നുള്ള ടൈറ്റിൽ ഉണ്ടല്ലോ, അതൊന്നും ഇല്ലാതെ ശരിക്കും ബ്ലാക്ക് മാത്രം കൊടുത്താലേ ഒരാളിങ്ങനെ ഇരിക്കുന്ന പോലെ തന്നെ. ശരിക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? എന്തായാലും ഫാൻസ് ക്ലബ് വെക്കുക, ആ ബ്രഹ്മയുഗം വെട്ടി വെച്ചിട്ട് ആ മമ്മൂട്ടിന്റെ ഫോട്ടോ മാത്രം ഒരു ചെറിയ ഷെയ്ഡും ലൈറ്റിന്റെ ഷെയ്ഡും ഗംഭീരായ ഇരട്ടത്തെങ്ങാനും കൊടുത്താണല്ലോ ശരിക്കും പേടിക്കും. ആ ചിരിയും കൂടി ഉണ്ടെങ്കിൽ തികഞ്ഞ്. എന്താണെങ്കിൽ ഇതിന്റെ അടിയിൽ വന്നേക്കുന്ന കമന്റുകളാണ് കേട്ടോ ഭയങ്കര രസകരമായിട്ടുള്ള. ഇതിന് താഴെ ഒരു കമന്റ് ഒന്നുണ്ട്, അത് രസമാണ്. ഇതിന് താഴെ എന്താണെന്നറിയോ, അല്ലെങ്കിലേ ആ വഴി പോകുന്നത് പേടിച്ചിട്ടാണ്. അപ്പൊ ഇതിന്റെ ഒരു കുറവും കൂടി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതെ, ഒരു കമന്റ് വന്നിട്ടുണ്ട്. ഒരു കമന്റ് ഇതാണ്, ദിസ് വൺ നോ FTFS, ഇറ്റ്സ് FTSS. അതായത് ഫസ്റ്റ് ഡേ സെക്കൻഡ് ഷോയ്ക്ക് പോയിട്ട് രാത്രി പേടിച്ച് തൂറും ഞാൻ. ഇതൊരു സത്യം, ശരിക്കും അങ്ങനെയല്ല ഇതിനൊക്കെ പോകേണ്ടത് അല്ലേ? രാത്രി സെക്കൻഡ് ഷോയ്ക്ക് പോകണം, എന്നിട്ട് അങ്ങോട്ട് പേടിക്കണം. ഇത് പട്ടാ പകല് വരെ നമ്മൾ പേടിക്കുന്നുള്ള കാര്യത്തില് ഒരു ഏകദേശം ഉറപ്പായിട്ടുള്ള സാധനമാണ്. പകലിരുന്ന് കണ്ടാൽ പോലും. അപ്പൊ ആ സാധനത്തിന് ആള് പറഞ്ഞത് കറക്റ്റാ. ഒരു കുപ്പിയും കൊണ്ട് പോകണം, വെള്ളം കൊണ്ട്. അഥവാ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ക്ലീൻ ചെയ്തിട്ട് പോയാൽ മതി. അല്ല, അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു കന്നാസായിരിക്കും നല്ലത്, കുപ്പിയിൽ ഒതുങ്ങും തോന്നില്ല. കാരണം പേടിപ്പിക്കുന്ന മുതലേ വേറെയാണ്. അതൊരു സത്യം, ചെറിയ വെള്ളത്തിൽ നിൽക്കൂല. ഒരു നേരത്ത് വന്ന് പേടിപ്പിച്ചിട്ട് പോകുന്ന ഒരു സംഭവം ആയിരിക്കും സിനിമ. 2.5 മണിക്കൂർ ഇരുന്ന് പേടിച്ച് ചെയ്യണ്ടേ, കന്നാസ് മതിയാവില്ല. അപ്പൊ ഓക്കെ, എന്തായാലും ഇത്രയും സംഭവങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഗംഭീരം. ഇനിയും വരാനിരിക്കുന്നു. അതെ, കാരണം എന്തായാലും ടീസറോ ട്രെയിലറൊക്കെ ആയിട്ട് ഉണ്ടാവും. ടീസർ വന്നു പോയതാണ്, ട്രെയിലർ ഉണ്ടാവുമായിരിക്കും. പിന്നെ ഉറപ്പിച്ചില്ലേ ഡേറ്റ് വരെ നമുക്കറിയാം, നമ്മൾ പറയുന്നില്ല. എന്നാ വേണ്ട പറയണ്ട, 9-ാം തീയതി. എന്താ വേണ്ട പറയണില്ല, 9-ാം തീയതി. അത് എന്താണെങ്കിലും 9-ാം തീയതി തന്നെ ട്രെയിലർ എത്തുന്നാണ് കേൾക്കുന്നത് കേട്ടോ. അപ്പം തിയേറ്ററിൽ അതിന്റെ ട്രെയിലർ കാണുന്ന അവസ്ഥ എന്ന് പറഞ്ഞു. 9-ാം തീയതി സിനിമ റിലീസിന്റെ പോയിക്കൊണ്ടിരിക്കും. ട്രെയിലറിന് തന്നെ കന്നാസം കൊണ്ട് വന്നിക്കും. അപ്പൊ സിനിമയ്ക്ക് നീ ടാഗ് കൊടുക്കുമല്ലോ. ഞാനില്ല നിനക്ക്. നീ അളവെടുത്ത് പറഞ്ഞാ നിന്നോട്. രാത്രി പോണം. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് പോയി കഴിഞ്ഞിട്ട് റിവ്യൂ ഒക്കെ ചെയ്ത് എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് അപ്പം അറിയാലോ. എന്നിട്ട് രാത്രി പോകണം. അപ്പോൾ അതിന്റെ ഒരു രസം കിട്ടും. എന്താണെങ്കിൽ ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ.